ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു അടിപൊളി ഒരു പോസ്റ്റ് ഡിസൈനിങ് ആണ്. ഒരു ബെയിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. കാരണം ഞാൻ ബെയിനറാണ്, പ്രൊഫഷണലൊന്നും അല്ല. അത് നമുക്ക് ഒപ്പം ചെയ്ത് നോക്കാം. എനിക്കും ഒരു ഉപകാരമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോട്ടോപേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റ് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിന് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മളെ ട്യൂട്ടോറിയൽ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ സൈസിലൊരു ഡോക്യുമെൻ്റ് എടുക്കേണ്ടത്. അതായത് 2160 വിഡ്ത്തിലും 2700 ഹൈറ്റിലുമുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ സൈസ് ഒരു ഡോക്യുമെൻ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ ഇതിക്ക് ഞാൻ ഇൻഷാല്ലാ അതിലെല്ലാം ആഡ് ചെയ്യണം. എല്ലാ ഇമേജസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫയൽസ് എടുക്കുക. നിങ്ങൾ ഫയൽസ് എടുക്കുക. അതായത് ഞാൻ ഓൾറെഡി ഇത് ചെയ്തതുകൊണ്ട് ഈ കിച്ചൻ്റെ ഇമേജ് ഇതാ ഇവിടുന്ന് കോപ്പി ചെയ്യണം. നിങ്ങൾ ഫയൽസിൽ നിന്ന് എടുത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കാരണം ഈ സാധനം കണ്ട് നിങ്ങൾ ഇതിൻ്റെ മൗസ് സിമ്പിൾ ശ്രദ്ധിക്കണേ. ഇതിൽ കാണുന്നുണ്ട് ഈ ഒരു ഭാഗമായിട്ട്, ഈ ഒരു പലകൻ്റെ ഈ ഒരു ഭാഗം കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതൊരു അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത നമുക്കിതിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ളത് ഒരു അരിപ്പൊടിയുടെ ഒരു ചാക്കിൻ്റെ ഒരു ഇമേജാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഫയൽസ് പോയിരിക്കാം. ഓക്കെ, ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് ഓക്കെ ഇതുപോലെ തന്നെ സൈസൊക്കെ ഒന്ന് വലുതാക്കി ചെറുതാക്കി കൊടുക്കാം. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ഹോറിസോണ്ടലാക്കുന്നുണ്ട്. കാരണം ഇത് ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു ഭാഗം ഏലക്കുള്ള ഭാഗം ഈ ഒരു ഭാഗത്തൊക്കെ ആവാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. അതായത് ഈ എഡിറ്റിലേക്ക് വേണ്ടി ഈ ഇമേജ് സെലക്ട് ചെയ്യാം. ശേഷം എഡിറ്റിലേക്ക് പോകാം. എന്നിട്ട് ട്രാൻസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ട്രാൻസ്ഫോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് ഫ്ലിപ്പ് ഹോറിസോണ്ടൽ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, നേരെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് കുടുംബശ്രീൻ്റെ ലോഗാണ്. വീണ്ടും ഫയൽസിലേക്ക് പോകാം. ശേഷം ഈ ഒരു കുടുംബശ്രീൻ്റെ ലോഗോ നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഇത് നമുക്ക് പിന്നെയും പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ശേഷം നോക്കാം. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് ഇതിപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ സാക്കും ഈ ചാക്കും ഈ കിച്ചണായിട്ടുള്ളൊരു റിയാലിറ്റി കിട്ടുന്നില്ല, ഒരു ചേർച്ച കിട്ടുന്നില്ല. അതിനായിട്ട് നമ്മൾ ഷാഡോ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഷാക്കിൻ്റെ ഈ സാധനത്തിൻ്റെ ഈ കിച്ചൺ ഇമേജിൻ്റെ മേലായിട്ട് ഒരു ബ്ലാങ്ക് ലെയർ ഇത് ആഡ് ചെയ്ത് വെക്കാം. ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്യണമെങ്കിൽ അതിൽ പ്ലസ് ഐക്കൺ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഫോട്ടോഷോപ്പിൻ്റെ ക്രാക്ക്ഡ് വേർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫോട്ടോപേ യൂസ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് ന്യൂ ലെയർ ബ്ലാങ്ക് ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്രഷ് ടൂളിലേക്ക് വേണ്ട ഒരു സോഫ്റ്റ് റൗണ്ട് ബ്രഷ് എന്നാൽ ഫോട്ടോഷോപ്പിലാണ് ചെയ്യണമെങ്കിൽ അതിൽ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഫോട്ടോപേയിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. സൈസൊക്കെ ഒന്ന് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷെ നമുക്കിവിടെ ഈ ബ്രഷിൻ്റെ ഒരു രൂപം ഇങ്ങനെ ആക്കണതാണ്. ഈ ഒരു റൗണ്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ അങ്ങോട്ട് ഇവിടെയൊക്കെ ചേച്ചെടുത്താൽ നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് ലഭിക്കും. ഈ ഒരു ഷേപ്പ് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, ഈ ഒരു ഷേപ്പ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്, ഈ ഒരു ഷേപ്പാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒപ്പാസിറ്റി നമുക്ക് 100-ൽ നിന്നും ഒരു 22 ആക്കി കൺവേർട്ട് ചെയ്യാം. ശേഷം ഈ ഫ്ലോ 88 ആക്കി മാറ്റാം. ശേഷം നമ്മൾ ഈ കളർ കൊടുത്ത് അത് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് ആണെന്ന് ഉറപ്പിച്ചാണ് കേട്ടോ, ബ്ലാക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. പക്ഷെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് ഷാഡോ അങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റിയാലിറ്റിയിലേക്ക് ലാസ്റ്റ് നമുക്ക് കാണാൻ എന്താ അവസ്ഥയാണ്. ഒരു ഓവറായിട്ട് കൊടുക്കരുത്. ഓവറായി പോയാൽ നമ്മൾ കൺട്രോൾ സെറ്റ് അടിച്ചാൽ നമുക്ക് റിട്ടേൺ അടിച്ച് വരാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷാഡോ വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കാം. കാരണം ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബ്രഷ് നമുക്ക് നോക്കണേ,
ഈ ഒരു കുടുംബശ്രീ എന്നുള്ളിടത്തിനാണ് നമുക്ക് ഇങ്ങനെ ഇവിടെ വിൻഡോ ഉള്ള മാതിരിയാണ്, ഇവിടെ നിന്നാണ് പ്രകാശം വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഭാഗത്തായിരിക്കും ഷാഡോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെയാണ് ഷാഡോ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ. പിന്നെ നമ്മൾ ബ്രഷ് ജസ്റ്റ് ചെറുതാക്കുന്നുണ്ട്. നമുക്കിതാ ഇവിടെ റൈറ്റ് ക്ലിക്ക് ഒക്കെയാണ്ട് ഓപ്ഷൻ കിട്ടും, അങ്ങനെ ആക്കാം. പിന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ അതിന് ശരിക്കും പേരെന്താ എനിക്കറിയില്ല. സ്ക്വയർ ബ്രാക്കറ്റും അങ്ങോട്ടും ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് യഥാർത്ഥത്തിന് ഞാൻ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. സ്ക്വയർ ബ്രാക്കറ്റിൽ നിൽക്കിയാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വലിപ്പം ഇൻക്രീസ് ചെയ്യാനും കുറക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു അളവ് കൊടുത്താണ്ട് നമ്മൾ ഈ ചാക്കിൻ്റെ ഇടയിലായിട്ട് ഇതുവരെ കൊടുക്കുകയാണ്. കറക്റ്റായി കിട്ടാൻ ഒരു ഷേഡോ വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഈ ചാക്കിൻ്റെ ഇടയിലും ഈ ഒരു ഷേഡോ കൊടുത്തിട്ടുണ്ട്. ഓവറാണ് അത് എൻ്റെ അഭിപ്രായം. ഒന്നുകൂടി ഒന്നുകൂടി ആക്കി വെക്കാം. ഓക്കെ, ഈ ഒരു ഇതിൽ മതി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഒത്തിരി കൂടി ഒന്ന് റിയാലിറ്റി കിട്ടാണ്ട്, അതായത് നമുക്കിനി അടുത്ത നമ്മളെ ഈ ചാക്കിൻ്റെ ലെയർ നമുക്കൊന്ന് പോയാണ്ട് അതിന് മുകളിലായിട്ട് വേറെ ബ്ലാങ്ക് ലെയർ നമുക്ക് എന്താവാം ക്രിയേറ്റ് ചെയ്യാം. ശേഷം ബ്രഷ് ടൂളിൽ തന്നെ പോയാണ്ട് ഇതാ സാധാ മാതിരി തന്നെ ബ്രഷ് സാധാ മാതിരി ആക്കണം, നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ആക്കിയാലും മതി. ഞാൻ സാധാ മാതിരി ആക്കണമെന്നേ ഉള്ളൂ. സൈസൊക്കെ ഒന്ന് കൂട്ടിക്കാണ്ട് ആക്കാം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മളിതാ ഈ ഒരു ഉണ്ടാക്കിയ ലെയറില്ലേ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം. ഓക്കെ, ക്ലിപ്പിംഗ് മാസ്ക് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഇതിങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഈ ലെയറിൽ ഇങ്ങനെ ഷാഡോ കൊടുക്കുമ്പോൾ നമ്മൾ ഈ സാക്കിൻ്റെ ഉള്ളിലാണ് ഷാഡോ വരുള്ളൂ, അതിൻ്റെ പുറത്തുള്ള ഇമേഴ്സിലൊന്നും വരില്ല. അതായത് കാണിച്ചു തരാം. ഇതാക്കണ്ടോ, പുറത്തൊന്നാണല്ലോ, ഈ ഒരു സാക്കിൻ്റെ ഉള്ളിലായിട്ട് നോക്കാം. ക്ലിപ്പിംഗ് മാസ്ക് അതിന് എൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഓവറാവണമെന്നൊരു നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും. ഓക്കെ, സെറ്റ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരു അരിപ്പൊടി ഉണ്ട്. ആ അരിപ്പൊടിൻ്റെ നെറുവിലായിട്ട് ഈ അരിപ്പൊടിയുടെ ഒരു ഷാഡോ മിക്കവാറും ഈ സാക്കിൻ്റെ ഇത്തിരി ഒരു നെറുവിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ബ്രഷ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിച്ചാണ്ട് സൈസും ജസ്റ്റൊക്കെ ഒന്നിങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ചെയ്താണ്ട് ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്താണ്ട് ഓക്കെ ഈ ഒരു സൈസിലാക്കിയാണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കാം. ചെറുതായിട്ട് കൊടുത്താൽ മതി, എൻ്റെ എപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ഇതാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു അളവിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡണ്ണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രഷ് ടൂളിൻ്റെ അതൊക്കെ ആയിട്ടുണ്ട്, ഷാഡൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ലെയറൊക്കെ നമ്മളിങ്ങനെ ഇത് പോക്കി നോക്കുകയാണെങ്കിൽ മുമ്പുള്ള അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ അത് നമ്മൾ ഹൈഡ് ചെയ്യുമ്പോൾ ഇതാ പഴയ അവസ്ഥ, ഒരു റിയാലിറ്റി ഇല്ലാതെ ഒരു ചേർച്ച ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ഇട്ട്. അപ്പോൾ ഇത് വന്നപ്പോൾ അതിന് ഏകദേശം ഒരു ചേർച്ച ഉണ്ടായി. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു ക്ലിപ്പിംഗ് മാസ്ക് ഇതൊക്കെ ഓഫാക്കി വെക്കുക, എല്ലാ ലെയർസും ഓഫാക്കി ഷാഡോൻ്റെ. അപ്പോൾ അത് മനസ്സിലാക്കും ഇത് നമ്മളുടെ വ്യത്യാസം, നമ്മൾ മുമ്പും ഇപ്പം ഉണ്ടായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മളിപ്പോൾ ഏകദേശമൊക്കെ ഷാഡോൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്കുള്ളത് ആഡ് ചെയ്യേണ്ടത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു, ശേഷം പേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ടെക്സ്റ്റ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്തും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ എന്താവാം ഈ ഒരു ഇതിൻ്റെ പേര് അനേക് മലയാളമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോൺസിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ബ്രൗസറിൽ പോയാണ്ട് നോക്കിയാണ്ട് ഗൂഗിൾ ഫോൺസ് അടിച്ചാൽ അനേക് മലയാളം ഫോണിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഞാൻ ഇതെങ്ങനെ ആക്കി വെച്ചാൽ ഇതാ ഈ ഒരു കളർ കണ്ട് നിങ്ങൾ ഇതാ ഇത് അനേക് മലയാളം ഫോണ്ട് ഒന്ന് തന്നെയാണ്, പക്ഷെ ഇത് എക്സ്ട്രാ ബോൾഡ് ആക്കി വെച്ചേക്കാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കണ്ടോ മനസ്സിലാവും, എക്സ്ട്രാ ബോൾഡാണ്, കണ്ടോ എക്സ്ട്രാ ബോൾഡ്. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ ഇതെങ്ങനെ എടുത്തു വെച്ചാൽ മാറ്റിക്കാണ്ട് ഈ കുടുംബശ്രീൻ്റെ ഈ ഒരു ലോഗോൻ്റെ ഈ ഒരു പത്രമുള്ള ഈ ഇലല്ലേ അതിന് വെച്ച് ക്ലിക്ക് ചെയ്താൽ അതായത് ഹൈഡ്രോപ്പർ ഉണ്ടാവും. ഇതിൽ ഫോട്ടോ പേര് ഇങ്ങനത്തെ ഒരു ഐക്കണാണ് ഹൈഡ്രോപ്പർ ഉണ്ടാവുക. പക്ഷേ നമ്മൾ ആ ഫോട്ടോഷോപ്പിൽ ഒരു ഹൈഡ്രോപ്പർ പറഞ്ഞ ഒരു പെന്നുമായിട്ടൊരു ഐ സിമ്പിൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന്മേൽ ക്ലിക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഇതിൻ്റെ കളർ ലഭിക്കും. എന്നിട്ട് ഓക്കെ വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ കളർ കിട്ടും. ഈ ഒരു കളർ അതായത് ഞാൻ ഇവിടെ ബ്ലാക്ക് ആക്കിയപ്പോൾ ഞാൻ ഇതിനെ നമുക്ക് മറ്റേ കളറൊക്കെ ആക്കണമെങ്കിൽ ഓക്കെ കളറിൽ പോകുന്നു, ഈ കുടുംബശ്രീ അരുമ നോക്കുന്നു. ഓക്കെ അപ്പോൾ ആണോ റെഡിയായി. പക്ഷേ ഇത് ഞാനിതാ
ഇത് എക്സ്ട്രാ ബോൾഡ് നേരത്തെ പറഞ്ഞു. ഇത് അനേക് എക്സ്ട്രാ ബോൾഡ് ആക്കിയിട്ടുള്ളതാണ്. സാധിക്കും. പക്ഷെ ഞാൻ കാണാൻ സാധിക്കും ഇത് അവിടെ അരി വിതരണം എന്നുള്ള ഈ ഒരു ഫൗണ്ട് ഞാൻ അനേക് മീഡിയം സൈസ് ആക്കിയിട്ട് മീഡിയം ആക്കിയിട്ടാണ് വെച്ചത്. മറ്റേ എക്സ്ട്രാ ബോൾഡ് ഒരു പോസ്റ്ററിൻ്റെ ഒരു എന്താ പറയുക സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇവിടെ നിന്നോട്ടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഡൗൺ ആക്കിയുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു കുടുംബശ്രീൻ്റെ ലോഗോ അല്ലേ, ജസ്റ്റ് നിർത്താണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. സോറി, നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. തത്തിരി ഒന്ന് വലുതാക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതാ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ടെക്സ്റ്റ് ലെയറിന് ഉള്ളിൽ നമുക്കിതാ ഒരു ന്യൂ ബ്ലാങ്ക് ലെയർ നമുക്ക് എന്താവാം ആഡ് ചെയ്യാം. ശേഷം ഇതിൻ്റെ ബ്രാൻഡിങ്ങിനെ നമുക്ക് ബ്രാൻഡിങ് ഓപ്ഷനിൽ നമുക്ക് അതിൽ പോയി ഓവർലേ ആക്കി മാറ്റാം. ശേഷം നമ്മൾ ബ്രഷുള്ളിൽ തന്നെ പോകുന്നു. നമ്മൾ നേരത്തെ ഇങ്ങനെ സൈസാണ് ബ്രഷ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി സാധാരണ എടുത്ത് ബ്രഷ് ആക്കാം. സൈസൊക്കെ ഒന്ന് ഒരു വലുതാക്കിക്കാണ്ട് ഇതാക്കാം. പിന്നെ നമ്മളെ ഇവിടെ നോക്കണേ ബ്ലാക്ക് കളർ നമുക്ക് ഇനി വൈറ്റ് ആക്കി മാറ്റാം. അതൊക്കെ ഉറപ്പ് വരുത്തണം കേട്ടോ. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഇങ്ങനെ ടാപ്പ് ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ വരുന്നതായിട്ട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ നല്ല വൈറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ ഓക്കെ ഇതുപോലെ അങ്ങനെ ടാപ്പ് ചെയ്യാം. അത്ര മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ നിന്നൊരു വെയിലടിക്കണ പോലെ പിന്നെ ഇവിടെ ഷാഡോ ആകുമ്പോൾ നമുക്ക് റിയാലിറ്റി നമുക്ക് ഇവിടെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളത്തെ പോസ്റ്റർ ഇടയിലുള്ള. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോസ് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. എന്നാൽ നമുക്കിങ്ങനെ എഡിറ്റിങ്ങിൽ ക്രിയേറ്റിവിറ്റി അധികരിപ്പിക്കാൻ കഴിയുള്ളൂ. ഞാനും എൻ്റെ ഒരു പഠനത്തോടൊപ്പം ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ വലിയ പ്രൊഫഷണലൊന്നും അല്ല, ഞാൻ എൻ്റെ ബെയിനർ തന്നെയാണ്. ഇനി നമുക്ക് വീഡിയോ ഇടാം ഇൻഷാ അല്ലാഹ്. ഗുഡ് ബൈ.